ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനങ്ങനെ തിരിച്ചു പോരുകയാണ് ദുബായിലേക്ക്. അപ്പോൾ എയർപോർട്ടിലെത്തി ഇനി ഇതാ നമുക്ക് ഉള്ളിൽ കയറണം, ഡിപ്പാച്ചർ ഏരിയയിലേക്ക് കയറണം. വിക്ടോറിയ വാട്ടർഫാൾ ഒരു ചെറിയൊരു എയർപോർട്ടുണ്ട്, നമ്മൾ ഷാർജ പോലുള്ളൊരു ചെറിയൊരു എയർപോർട്ടാണ്. പിന്നെ ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഇതാ ഇവിടെ കുറച്ച് കളിക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. കളിക്കാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസൊക്കെ ചെയ്യുന്ന ആളുകളാണ് ആ കാണുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ വന്ന നമ്മളിവിടെ വരെ കൊണ്ടുവന്ന ഡ്രൈവർ നമ്മളോട് ബൈയൊക്കെ പറഞ്ഞ് പോയി. എയർപോർട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതാ ഒരു റൈനോസസിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? മരത്തോണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഭയങ്കര ഒറിജിനാലിറ്റിയാണ്, അവൻ്റെ കണ്ണ് നോക്കിയാൽ ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഫീൽ ചെയ്യണത്. പക്ഷെ മരമാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ. അപ്പോൾ ഞാൻ വന്ന വീഡിയോയിൽ നല്ല പുലി അതേപോലെ തന്നെ സിംഹത്തിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, കാണാത്തവരനൊക്കെ കാണണം. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവർ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ചെക്കിങ്ങിലേക്ക് കയറുകയാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് ആൾക്കാർ ഡിപ്പാച്ചറാവാൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് പോണ ഫ്ലൈറ്റ് ഫാസ്റ്റ് ജെറ്റ്, ഇത്തോപ്യൻ എയർലൈൻസ്, സൗത്ത് ആഫ്രിക്കൻ എയർലൈൻസ്, എയർലിങ്ക് പല ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ താങ്ക് യു വിക്ടോറിയ വാട്ടർഫാൾ, താങ്ക് യു. അങ്ങനെ എനിക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടാ. അപ്പോൾ ഇവിടുന്ന് ഇനി നീണ്ട യാത്രയാണ് ദുബായ് വരെ. ഇത്യോപ്യയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യും ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ദുബായിൽ ഇറങ്ങും പുലർച്ചെ 4 മണിക്ക്. ഇപ്പോൾ സമയം ഇവിടെ 11:30-12 മണിയായി. അപ്പോൾ 1 മണിക്കാണ് ഫ്ലൈറ്റ് ഡിപ്പാച്ചർ. ദുബായിലെത്തുമ്പോൾ നാളെ പുലർച്ചെ 4:30 ആ സമയത്താണ് ഇറങ്ങുന്നത്. പിന്നെ ദുബായിൽ നിന്ന് അന്ന് തന്നെ ഞാൻ കൊച്ചിക്ക്, അത് രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ റൂമിലൊക്കെ പോയി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ യാത്ര തുടങ്ങണം, ലോങ് യാത്ര തുടങ്ങണം. ഓക്കെ, അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഡിപ്പാച്ചർ ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി വഴി ഉണ്ടാക്കി വെച്ചാണ്. അങ്ങോട്ട് എങ്ങനെ പോകാമെന്നൊന്നും അറിയില്ല. ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിൽ ഇരിക്കാനൊക്കെ ഉള്ളത്. ഇത് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു ചെറിയത്, അതൊന്നായിട്ട് കമ്പയർ ചെയ്തില്ല ഞാൻ. അതുപോലത്തെ ഒരു ചെറിയൊരു ഭാഗം എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അതുപോലെ നാച്ചുറൽ ഉള്ള, ശരിക്കും ഇത് ഒറിജിനൽ ചെടികളൊക്കെയാണ് ഉള്ളിലുള്ളത്. നമുക്ക് ലിഫ്റ്റ് വഴി മേലെ പോകണം. ഇത് വർക്ക് ചെയ്യണില്ല, എക്സ്കലേറ്റർ വർക്ക് ചെയ്യണില്ല. പിന്നെ എൻ്റെ ലഗേജ് ഉള്ള കാരണം സ്റ്റെപ്പ് വഴി ഇത് പിടിച്ച് കയറണ്ടേ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതാ ലിഫ്റ്റ് വഴി പോകണം. ആൽക്കഹോളൊക്കെ തട്ടുകടയിൽ വിൽക്കാൻ വെച്ചേക്കണ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ആൽക്കഹോൾ ഷോപ്പ്, ചെറിയൊരു ഷോപ്പാണത്. റെസ്റ്റോറൻറ്റ്, കഫേ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ 2 ലോഞ്ചാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ 2 ലോഞ്ചുണ്ട്. ഞാൻ ലോഞ്ചിൽ കയറണില്ല, ഞാൻ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാരണം എനിക്ക് വിശക്കൊന്നുമില്ല, അതുകാരണം ഞാൻ ലോഞ്ചിൽ കയറുന്നില്ല. ഓക്കെ, അത് ലോഞ്ചിൽ കയറിയിരുന്നാൽ നിങ്ങളെ ഇതൊക്കെ കാണിക്കാൻ എനിക്ക് പറ്റുമോ അവിടെ കയറിയിരുന്നാൽ? ഓക്കെ, നല്ല ഷോപ്പുകൾ, നല്ല ഭംഗിയുള്ള ഷോപ്പുകളൊക്കെ, ക്രാഫ്റ്റ് ഐറ്റംസ് തന്നെയാണ് കൂടുതലും. നീളത്തിലൊരു ഹാള് പോലെ, ആ ഹാളിൽ മൊത്തം ഷോപ്പുകളാണ്, ക്രാഫ്റ്റും ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഷോപ്പുകൾ. ഇതാണ് എൻഡ്, ആ ഗ്ലാസ് കണ്ടില്ലേ ലാസ്റ്റ് അവിടെ വരുള്ളൂ എൻഡ്. ഹായ്, ഇവിടെ ഗേറ്റ് 9, 7 ഒക്കെ ഉണ്ട്. എനിക്ക് ആ കോർണറിലാണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, ആഫ്രിക്ക ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മൂലയിലാണ്. ഇത് കൂടുതലും ആൽക്കഹോൾ വിൽക്കുന്ന ഷോപ്പാണ്. ഹായ്, ആഫ്രിക്ക ഡ്യൂട്ടി ഫ്രീ, കണ്ടാ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ്. ടൂറിന് വരുമ്പോൾ ആൽക്കഹോൾ വേണ്ടവരൊക്കെ ഇവിടുന്ന് വാങ്ങാം ഡ്യൂട്ടി ഫ്രീന്ന്. ഓക്കെ, നീങ്ങുമ്പോൾ ഇവിടെ ഗ്രൗണ്ട് കാണുന്നുണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ ദൂരെ ഇരിക്കുന്നുണ്ട്. ഏറ്റവും ഹൈ ഓർഡർ സ്റ്റെപ്പും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളാല. നേരത്തെ അവിടെ ഒരു 3 വീട് പോലെ, അത് ഞാൻ അറൈവലായപ്പോൾ കണ്ടതാണ് കേട്ടോ. ഏറ്റവും കാണുന്ന 3 വീട് പോലെ. വിക്ടോറിയ ഫാൾസ് ജിൻ പല ആൽക്കഹോളിൻ്റെ പരസ്യം കൊടുത്തിരുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? വലിയൊരു ബോർഡ്.
ഫ്രീ എന്ന് പറഞ്ഞ മറ്റൊരു ബോർഡ് കാണാം നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ, ഞാൻ കയറുന്ന ഗേറ്റിൻ്റെ അടുത്ത് തന്നെ സിംബാബ്വെ ഡ്യൂട്ടി ഫ്രീ ട്ടാ. സിംബാബ്വെ ഡ്യൂട്ടി ഫ്രീ ആണ്. അത് ഗേറ്റ് കയറുന്നത് അവിടെയാണ്, ഞാൻ കയറാൻ പോണത്. അവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് സിംബാബ്വെ ഡ്യൂട്ടി ഫ്രീ. അങ്ങോട്ട് കയറുന്നില്ല. ഓക്കെ, ഞാൻ പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇത്തോപ്പിയൻ എയർലൈൻസിൽ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ ഇത് പോണത് വേറെ വഴിക്കാണ്. വന്നത് 4 മണിക്കൂറാണ് ഡയറക്റ്റ് ഇത്യോപ്യ ഏഡിസ് അബാബ എയർപോർട്ട് ടു വിക്ടോറിയ വാട്ടർഫോൾ. പക്ഷെ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണത് നേരെ ഇങ്ങോട്ടാണ് പോണത്. എങ്ങോട്ടാന്ന് വെച്ചാൽ ബോസ്ട്വാന. അത് നമ്മളെ ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യമാണ്. ഞാൻ അങ്ങോട്ട് പോയില്ല, സാംബിയ മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നലെ. അപ്പോൾ ബോസ്ട്വാനയിൽ പോയിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് ഇത്യോപ്യയിൽ പോകണത്. അപ്പോൾ ബോസ്ട്വാനെ പോകാൻ പറ്റിയതൊരു ഭാഗ്യം. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പക്ഷേ ഫ്ലൈറ്റിൽ 1 മണിക്കൂറിൽ കഴിഞ്ഞാൽ ഡിപ്പാച്ചർ. അപ്പോൾ 3 രാജ്യം കവർ ചെയ്ത് ഞാൻ, സിംബാബ്വെ, സാംബിയ ആൻഡ് ബോസ്ട്വാന. അപ്പോൾ അവിടെ പോകാൻ പറ്റിയത് സന്തോഷം. നെക്സ്റ്റ് പിന്നെ അവിടെ നിന്നുള്ള വീഡിയോസൊക്കെ ഞാൻ വരുന്നുണ്ട്. ബോസ്ട്വാനയിൽ വരുന്നുണ്ട് ഞാൻ. ബോസ്ട്വാനയിൽ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സാംബിയ, നമീബിയ, ഇതൊക്കെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെയൊക്കെ ഞാൻ ചെയ്യും വീഡിയോ. നല്ല അടിപൊളി ടൂർ പാക്കേജസ് ഒക്കെ നമ്മളെ ദുബായ് ഓഫീസിൽ നിന്ന് കൊടുക്കും. അപ്പോൾ നല്ല നല്ല ടൂർ പ്ലാനിങ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നാലും അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് പോകുന്നവർക്കും നല്ല കപ്പിൾസൊക്കെ ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 2 എയർക്രാഫ്റ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2 എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2 എയർക്രാഫ്റ്റ് കമ്പനികളായിട്ടാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇത്യോപ്യ, 2 കെനിയ. അപ്പോൾ ആ 2 ഫ്ലൈറ്റുകളും ദുബായിൽ നിന്ന് ഡിപ്പാച്ചർ ടൈം ഡിഫറെൻറ്റ് ടൈമിലൊക്കെ ഡിപ്പാച്ചർ. അപ്പോൾ നിങ്ങളുടെ സൗകര്യം ഏത് ഫ്ലൈറ്റിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മൾ റെഡിയാക്കി തരും ടൂർ പാക്കേജസൊക്കെ. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ടൂർ പാക്കേജസിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്. വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ചെയ്താലും ഫുൾ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വിടുന്നതാണ്. ഓക്കെ, അപ്പോൾ യാത്ര തുടരുകയാണ്, കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മലയാളികൾ അഹങ്കാരത്തിൽ പറയാറുണ്ട്, ചന്ദ്രനിൽ പോയാലും മലയാളികളെ കാണുമ്പോൾ അവിടെ ഒരു ചായക്കട ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ ഒരു മലയാളിനെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെയും. ഞാനിപ്പോൾ ഒരു 4 days കൂടെ ഉണ്ടായിരുന്നു, ഇതുവരെ ഒരു മലയാളിനെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിക്കുറിക്കണം. നമുക്ക് ബിസിനസ് ചെയ്യാൻ ഇങ്ങോട്ട് വരാം, പിന്നെ ടൂറായിട്ട് വരാം, പല ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാം, സിംബാബ്വെ വിക്ടോറിയ വാട്ടർഫോൾ ഏരിയയിലേക്ക്. അപ്പോൾ ടൂറിസ്റ്റ് അടിപൊളി പാക്കേജുകളൊക്കെ നമ്മളതിലുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഇവിടുത്തെ നല്ല നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കാണാം. പറഞ്ഞേ ഇതൊക്കെ ഫ്ലൈറ്റ് വരുന്നുണ്ടാ. ഗ്രൗണ്ടിലെത്തി അറൈവലായി. അതൊരു മണിക്കൂറിനുള്ളിൽ ഡിപ്പാച്ചർ ആവും. വരുന്നു ഫ്ലൈറ്റ് കാണിച്ചു തരാം. Leave it all behind me. Find me feeling free. The rhythm's gonna guide me. Yeah, the beat is all I need. ഫ്ലൈറ്റില് അവിടെ കിടക്കുന്നുണ്ട് കേട്ടാ, കണ്ടില്ലേ? പുറത്തെല്ലാം മഴയാണ്, മഴ പെയ്യുന്നുണ്ട്, നല്ല ഇടികൊടുക്കൊക്കെ ഉണ്ട്. ഇന്ന് മഴ ദിവസമാണ്. ഇന്നവിടെ നിൽക്കാഞ്ഞത് നന്നായി. കാരണം വെച്ചാൽ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പുറത്തൊന്നും പോകാൻ പറ്റില്ല. കാരണം മഴയാണ്. ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണ കാരണം പുറത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എനിക്ക് സ്റ്റിക്കർ ഉണ്ടല്ലോ, എയറോ വിളിച്ചുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാനുണ്ട്. അതിനൊക്കെ ദുബായ് എയർപോർട്ട് എല്ലാം പക്ക ക്ലിയർ അല്ലേ, ആർക്ക് വേണമെങ്കിലും എന്തും കാണാം. ഈ ഗ്ലാസ് ആണ്. Listen to the pulse of the earth. I am Africa. Yeah, okay. Yeah. Feel the heat. Let's go. Yeah. Life is hard, every day is a challenge. Walking through the smoke, trying to find our balance. Through the shadow of war, through the scars of the past. Fighting off the virus, making sure the hope will last. Invisible enemies trying to pull us low, but there's a fire in our bones, they don't even know. Looking at the dust, but we see the sky. No matter how hard, we're gonna survive. I am the Sahara, burning with a wild endless charm. I'm the Nile, running like a river through my arm. Look at the savannah, see the zebras run free. Look at Kilimanjaro, solid as a king can be. This is our chance, inside the dance. No more sitting back, we are taking our stance. With a sweater
the Sahara, burning with a wild endless charm. I'm the Nile, running like a river through my arms. അങ്ങനെ ഫ്ലൈറ്റ് ബോസ്റ്റോനിൽ ഇറങ്ങിയൊക്കെയുണ്ട്. ഇവിടെ 1 മണിക്കൂർ ടൈമുണ്ട് വെയിറ്റിങ്. അതിനുശേഷം തിരിച്ച് ഫ്ലൈറ്റ് ഇത്തോപ്യയിലേക്ക് പോകും. ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇറങ്ങുന്ന ആളുകളെ ലഗേജ് ഇറക്കണം, അതേപോലെ തന്നെ ഫ്യൂവൽ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ കാറ്ററിംഗ് ഒക്കെ റീലോഡിങ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ പിൻഭാഗ ഡോർ തുറന്നു, ബാക്കിലെ ഡോർ തുറന്നപ്പോൾ ഞാൻ പോയി കുറച്ച് ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഇന്ത്യക്കാർ വളരെ കുറച്ചുള്ളൂ ഇവിടെ ഇറങ്ങുന്നത് കേട്ടോ. ബാക്കിയൊക്കെ അവരെ നാട്ടുകാരും അതേപോലെ തന്നെ പല ജോലിക്കും ഒക്കെ വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതൊക്കെ, ആഫ്രിക്കയുടെ പല ഭാഗത്തുനിന്നും. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത്തോപ്യയുടെ 787-900 സീരീസിലുള്ള ഫ്ലൈറ്റിലാണ്. അപ്പോൾ ദൂരെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്, പച്ചപ്പും ഫുള്ള് പച്ചപ്പും മലയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം ബോസ്റ്റോണിൽ വരുന്നതാണ് നമ്മൾ, ഫുള്ള് വീഡിയോസൊക്കെ വരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട്. എന്തായാലും അടിപൊളി രാജ്യം, കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടില്ല, നല്ല മലനിരകളൊക്കെയാണ് കാണുന്നത്, നല്ല പച്ചപ്പ്. അങ്ങനെ ബോസ്റ്റോനിൽ നിന്ന് ഫ്ലൈറ്റ് നേരെ പൊന്തി നേരെ ഇത്തോപ്യയിലേക്കാണ് പോകുന്നത്. ഇത്തോപ്യയിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് പോകുന്നത് വേറെ ഫ്ലൈറ്റാണ്. വേറെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മോഡലാണ് പറഞ്ഞത്, ഇത്തോപ്യൻ എയർലൈൻസ് തന്നെ. അത് ഇതിനേലും വലിയ ഫ്ലൈറ്റാണ്, 350-900 ദുബായിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓടി ഭയങ്കര ടയർഡായി. ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ് ദുബായിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്തോപ്യ എയർപോർട്ടിൽ, ഇത്തോപ്യയുടെ ഏഡിസ് അബാബ എയർപോർട്ടിൽ ഞാൻ ക്യൂ നിൽക്കണം. ഭയങ്കര ടയർഡായിട്ടുണ്ട്. മുടി ചെയ്യാൻ പോലും സമയം കിട്ടില്ല. ആകെ ടയർഡായിരുന്നു. ഓടി തളർന്നു. Rise up from the ashes, let your fire ignite. The world is watching, show them what you're about to do. The future is yours to shape, don't look back or hesitate. We're united by this beat, let the story